അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. 30 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം നമ്മുടെ AR റഹ്മാനും ഭാര്യയും ഡിവോഴ്സ് ആവുകയാണ്. ഈ ഡിവോഴ്സിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതിന് ഈ പണ്ഡിതനെന്നോ പാമരനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നുമില്ല. ഡിവോഴ്സ് എപ്പോഴും വേണോ, എവിടെ വെച്ച് വേണോ, ആർക്ക് വേണോ വരാം. പക്ഷേ എങ്ങനെ വന്നാലും അത് ലീഗലായിട്ട് ചെയ്താലേ നിങ്ങൾക്കത് ഗുണമുള്ളൂ, ഇല്ലെങ്കിൽ ദോഷമായിട്ട് മാറും. പറയാൻ കാര്യം, ഈ അടുത്ത കാലത്ത് എനിക്കൊരു എൻക്വയറി വന്നു. പ്രശ്നമൊന്നുമില്ല. 1 വർഷം മുമ്പ് എൻ്റെ ക്ലയൻറ്റും അയാളുടെ ഭാര്യയും തമ്മിൽ വേർപിരിഞ്ഞത് ഏതോ നോട്ടറിയുടെ അടുത്ത് കൊണ്ടുപോയി കുറേ കണ്ടീഷനുകളൊക്കെ എഴുതി, ഞങ്ങൾ ഇന്ന് മുതൽ വേർപിരിഞ്ഞ് താമസിക്കുകയാണ്, ഭാര്യയും ഭർത്താവ് ഒന്നും അല്ല എന്ന് പറഞ്ഞുള്ള രീതിയിലാണ് എഴുതുന്നത്. അത് പ്രകാരം കുട്ടിയുടെ കസ്റ്റഡി ഭർത്താവിന് കിട്ടി. പക്ഷേ 1 വർഷം കഴിഞ്ഞ് ഭാര്യ കോടതി കേസ് കൊടുത്തിരിക്കുകയാണ്. കുട്ടിയുടെ കസ്റ്റഡിയും വേണം, അവർക്ക് ചിലവിനും കൊടുക്കണമെന്ന്. അപ്പോൾ ഭർത്താവിൻ്റെ മൈൻഡ് എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. പ്രോപ്പറായിട്ട് ഡിവോഴ്സ് വേണമെങ്കിൽ അത് കോടതിയിൽ തന്നെ പോകണം. ഇതിപ്പോൾ കാമുകൻ്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയി, അവൻ്റെ ഉപയോഗം കഴിഞ്ഞപ്പം അവൾ തിരിച്ച് പഴയ ഭർത്താവിനെ തേടി വന്നു. ലീഗലായിട്ട് ഡിവോഴ്സും ചെയ്തിട്ടില്ലെങ്കിൽ അവൾക്ക് ചിലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, കുട്ടികളുടെ കസ്റ്റഡി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഒരു നിയമപരമായി വിവാഹം കഴിച്ച ഭാര്യയ്ക്കുള്ള എല്ലാ അവകാശം ഇപ്പോഴും അവൾക്കുണ്ട്. അതുകൊണ്ട് ലീഗൽ ഡിവോഴ്സ് കോടതി വഴി മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ അവസരം കിടന്ന് മോന്ത പിടിച്ച് എന്നൊക്കെ പറഞ്ഞ് വിറക്കേണ്ടി വരും.